Hello. Okay then. Right. ജർമ്മനിയിൽ ദിവസം ജോലി ചെയ്ത് എന്നാലേ ജില്ലയുടെ കേസ് ഇത് നമ്മൾ ഫയൽ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ട് ആ കക്ഷി വന്നിട്ടുണ്ട് ജെനുവിൻ കേസാണെന്ന് തോന്നുന്നത് 36 കൊല്ലം വിദേശത്തിലൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഇപ്പൊ തന്നെ ഒരുപാട് പ്രാവശ്യമായി അവർ വരുന്നു പണം മാത്രമല്ലല്ലോ എടുക്കുന്നില്ലെങ്കിൽ അതവരോട് പറയണ്ടേ നിങ്ങളുടെ കേസ് വക്കീലിനെ എടുക്കാൻ ഉദ്ദേശിച്ചില്ല പെട്ടെന്ന് വേറെ നല്ല വക്കീലിനെ കണ്ട് ഏൽപ്പിച്ചോളൂ എതിർകക്ഷികൾ വലിയ ആൾക്കാരാ പണം എറിഞ്ഞു കളിക്കും നല്ല വക്കീൽ അല്ലെങ്കിൽ ജയിക്കാൻ പ്രയാസമാണ് കാര്യമായിട്ടുള്ളവരായിട്ട് എടുക്കാൻ സാധ്യതയില്ല എനിക്കാരും ചെയ്യാനൊന്നുമില്ല മോളെടുക്കുമോ ഞാനെടുത്ത് വിശേഷമൊന്നുമില്ല മോള് വാങ്ങിച്ച് കേസ് പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല ഞാൻ കുടുംബ കോടതിയിലുണ്ടോ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം നീ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ നേരത്തെ ഉണരുന്ന ദിവസം മാത്രം അച്ചുവിട്ട് പോകാതിരിക്കാനാ നീ എണീറ്റാൽ ഒന്നും നടക്കില്ല നാളെ രാവിലെയാണ് നിന്റെ ഫ്ലൈറ്റ് അയ്യോ അപ്പൊ ഇന്ന് ഒറ്റ ദിവസം ഒന്ന് പറഞ്ഞേ എപ്പോഴാ ലുലുവിൽ പോണ്ടേ ഞാൻ എപ്പോഴും ഫ്രീയാ നീ എന്റെ ബിസി ഇന്ന് ആഫ്റ്റർ 11:30 ഞാൻ ഫ്രീയാ നമുക്ക് ലുലുവിൽ മാത്രമല്ല എറണാകുളത്തെ എല്ലാ മോളിലും പോവാം ഓക്കെ ആ പാല് ഒന്നുമില്ല നമുക്കൊരു കട്ടൻ ഉണ്ടാക്കാം അല്ലേ ആയിക്കോട്ടേക്ക് ഞാൻ നിനക്ക് പറഞ്ഞില്ല പറയണ്ടെന്ന് വിചാരിച്ചു എന്താ നിന്റെ എക്സസിനെ പറ്റി രാജീവിനെ വിളിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിൻ ഡോക്ടർ ഉഷ അറിവില്ലാത്തൊരു ബന്ധുവിനത് നന്നായി ഇനി ഇത് മിയയുടെ കാര്യത്തിലായി ബലം പിടിച്ചില്ലാന്ന് വിചാരിച്ചു അതിലേക്ക് നമുക്ക് 12 വയസ്സായി കഴിഞ്ഞാൽ വീണ്ടും അവകാശവാദം പറഞ്ഞു വന്നു
രാജീവിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്. ഒട്ടും സ്നേഹമില്ലാത്ത മനസ്സും ശരിക്കും തോന്നും. കുട്ടിയെ നോക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല. ഇനിയിപ്പോ വേറെ കല്യാണം കഴിച്ചാലും തക്കം കിട്ടിയാൽ അയാളെ ചോദിക്കും. ഉറപ്പാണ്. ഇനി ഇപ്പോ അതൊന്നും ഒട്ടും ടെൻഷൻ അടിച്ചില്ല. ഇപ്പോഴല്ല, ആ ടെൻഷൻ എപ്പോഴും ഉണ്ട്. കോടതിയിൽ പോലും അയാൾ ക്രൂരരാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ അമ്മ എപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ തെമ്മാടിത്തരം കൊണ്ടാണ് ഡൈവോഴ്സ് നടന്നതെന്നല്ലേ. അതുകൊണ്ടാണല്ലോ എന്നോട് വേണമെങ്കിൽ അമേരിക്കയിൽ ചേട്ടന്റെ കുടുംബം നിൽക്കുന്നത്. എന്തായാലും അയാൾ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പൊ മിയ മാത്രമേ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ സംശയിച്ചത്. ഏയ്, അതൊന്നും സാരമില്ല പറഞ്ഞു. എന്റെ മോളെ ഞാൻ വളർത്തും. നല്ല വിദ്യാഭ്യാസവും ധൈര്യവും ആറ്റിറ്റ്യൂഡും കൊടുത്തു വളർത്തും. അപ്പൊ ആരും എന്താ ഇന്നിവിടെയുള്ള 3 സിനിമ ചേട്ടായി പറയുന്നത് ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി എന്ത് വേണ്ട. എനിക്കൊരു അക്ഷരം മനസ്സിലാവില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കിട്ടതായിരുന്നു. മറ്റുള്ളവർക്ക് ഹിന്ദി സീരിയൽ കണ്ടാൽ ചേട്ടായി ഈസിയാ. ഇത്ര ലോക പരിചയമുള്ള എന്നെ ഇന്നലെ നമ്മളെ നീ ഉദ്ദേശിക്കുന്നു. ഇംഗ്ലീഷ് മതി, വേറെ കാണാം. ഓ, നീ ഗോഡ് ഫാദർ കണ്ടിരുന്നു. അതായത് അച്ഛൻ എന്താ ചേട്ടായി? ഇതാണ് ചേട്ടായി, ഇതാണ് ഗോൾഡൻ ചാൻസ്. തീരെ ഫോർമല്ല ചേട്ടായി വിളിച്ചു. ആദ്യം ഒന്നും അറിയാത്ത പോലെ ഫോളോ ചെയ്ത് കറക്റ്റ് സമയത്ത് ചേട്ടായി അത് ശരിയാണ്.